ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ വിധി നിങ്ങളുടെ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം ശരിയാണോ, നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ശരിയാണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ശരിയാണോ എന്നൊക്കെ, അതായത് ഈ പറയുന്ന ടൈമിനനുസരിച്ചുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മേ ബി ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ആൾക്കാർ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ, അതായിരിക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന കുറെ അധികം സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന കുറെ അധികം സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് ഈ ഒരു സമയത്ത് കൂടുതലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള സിറ്റുവേഷൻ റിലേഷൻഷിപ്പിനെക്കാളും നിങ്ങൾക്ക് വരുന്ന കുറെ അധികം ഇഷ്യൂസ് ആയിരിക്കും. ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊന്നും അത്രത്തോളം ഒരു സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ. ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു സന്തോഷമില്ലായ്മ, അത് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയത്ത് എൻ്റെ ഇൻറ്റ്യൂട്ടീവിൽ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ സമയം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് നോക്കാനാണ് പോകുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ് ഇത്. അപ്പോൾ ഇവിടെ ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ, ഒന്നാമത്തെ പൈൽ. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ പൈൽ, ഈ ഒരു പൈൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കിട്ടി എനർജി വഴി നമുക്കെടുത്ത് ഓക്കെ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് കുറച്ചധികം കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഏറെക്കുറെ കഷ്ടപ്പെട്ട് നിങ്ങൾ പടുത്തുയർത്തി വെച്ചിരുന്ന നിങ്ങളൊരു സന്തോഷത്തിലോട്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാപ്പിനെസ്സിലോട്ടായി നിൽക്കുന്ന സമയത്ത്, ഒന്നി നിങ്ങൾക്കിനി കയറി വരാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി കുറച്ചും കൂടെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നേടി, എന്തൊക്കെയോ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യും തോറും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടമാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയോ ജഡ്ജ്മെന്റ്, അതേപോലെ തന്നെ എന്തിന്റെയൊക്കെയോ കാര്യങ്ങളുടെ രഹസ്യം നിങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്.
പക്ഷെ അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അത് മേ ബി കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. നിങ്ങൾ പോകേണ്ട വഴി പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു വിജയമോ അല്ലെങ്കിൽ ഒരു 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 സക്സസ് ഉണ്ടാവുന്നില്ല. ഒരു കൺട്രോളിങ് പവർ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ടൈം, സിറ്റുവേഷൻ എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങൾ നമ്മുടെ വിധി തീരുമാനിക്കും. അവിടെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഡിസിഷൻ അനുസരിച്ചായിരിക്കും പിന്നെ നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ആവുന്നതും നമ്മുടെ വിധി നമ്മളെ കൊണ്ടുപോകുന്നതും. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ഒരു തരം ഫാമിലി. ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട്, ആ വീടിനും ആഗ്രഹമുണ്ട് കളർഫുൾ ആയിട്ട് ആ വീട് നന്നായിട്ട് പോകണം എന്ന്. പക്ഷെ അവിടെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം കളർഫുൾ ആയിട്ട് ജീവിക്കണം എന്നില്ല. പക്ഷെ ആ വീടിനൊരു വാസ്തുണ്ട്, ആ വീടിന് ആ ഒരു സ്ഥലത്തിനൊരു എനർജി ഉണ്ട്, ആ നിൽക്കുന്ന പൊസിഷൻ ഒരു എനർജി ഉണ്ട്, ആ കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. പക്ഷേ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ എനർജി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി മൂലം ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മകനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മകളെ പിടിച്ചു നിർത്തിയിട്ട് ഹസ്ബൻഡായിട്ട് മാറി നിൽക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ഭയങ്കരമായിട്ടും പെട്ടെന്ന് നിങ്ങൾ ഇമോഷണൽ ആവാൻ ചാൻസ് ഉള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും നഷ്ടങ്ങൾ, നിങ്ങൾ മനസ്സ് എവിടെയോ മറന്നു വെച്ചതാണോ അതോ ഇനി അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ എന്നറിയാൻ പറ്റാത്ത ഒരു തരം സിറ്റുവേഷൻ. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്താണ് എനിക്ക് പറ്റിയെന്ന് അറിയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് തിരക്കി പോകുന്നതിനേക്കാളും അത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് ആലോചിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുണ്ടെന്നുണ്ടെങ്കിൽ തിരക്കി പോകേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട സാധനത്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾ തിരക്കി പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്തോ നഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ലൈഫിൽ വന്നതും പോയതും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളതും എല്ലാം കൊണ്ടും ആകെ ഒരു നഷ്ടം, നിങ്ങൾക്കൊരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്തിന് കാണാൻ പറ്റുന്ന നിങ്ങളുടെ റിലേഷനിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, കുറെ അധികം ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട്, കുറെ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, കുറെ അധികം വിഷമങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറെ അധികം എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷെ നിങ്ങൾക്കത് റെഡിയാക്കാൻ പറ്റും എന്ന് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാം. അതായത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ട്യൂൺ ചെയ്ത് അങ്ങോട്ട് കടന്നു പോകാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുള്ളൂ. അതെന്ത് തടസ്സമായാലും എന്ത് പ്രശ്നങ്ങളായാലും നിങ്ങൾക്ക് തന്നെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നത് കാത്തിരിപ്പ്, അതേപോലെ തന്നെ ഒരു 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 എന്താ പറയാ, ഒരു ടിൻ ഫ്ലെയിം ജേണി, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ അധികം സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഫിനാൻഷ്യൽ പരമായിട്ട് ബിസിനസ് പരമായിട്ടുള്ള കുറെ അധികം സിറ്റുവേഷനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ തിരക്കി പോകുന്നതൊക്കെ വേറെ എന്തോ കാര്യങ്ങളാണ്. കുറെ സമയം നഷ്ടപ്പെട്ട കുറെ അധികം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സമയം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച സമയത്ത് കിട്ടാത്തതിന്റെ ഒരു വിഷമം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി, തരാണ്ട് പോയി എന്നുള്ളൊരു ഇതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിധിക്കപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങളുടെ ലൈഫിലോട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ കുറെ ഓടുന്നവരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളെ കുറിച്ച് കാണാൻ പറ്റുന്നത്. കുറെ അധികം സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാർ ഭയങ്കര ഡാർക്കാണ്. ഈ ഒരു സമയത്ത് എനിക്ക് നീ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സലിന്റെ കയ്യിലിരിക്കുന്ന ഒരു ടൈമാണ്. അതിനെ നമ്മൾ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അത് പല പല സിറ്റുവേഷൻസും പല ഇഷ്യൂസും നമ്മുടെ ലൈഫിൽ ഇമോഷൻ ലോസ് ആയിട്ടുള്ളത്, ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു സമയം അനുബന്ധിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. അതായത് ഞാൻ
പറയുന്നതെന്ന് പറയുമ്പോൾ ആരോ പടച്ചു വിട്ട ഒരു കളിപ്പാട്ടം മാത്രമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത്. അതായത് 100 വർഷം ഒരു പ്രായമുള്ള അല്ലെങ്കിൽ 100 വർഷം മാത്രം ഗ്യാരണ്ടി ഉള്ള ഒരു ഇതാണ് ഒരു ഗെയിമാണ്. അപ്പം അതിൽ കുറെ അധികം പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഒക്കെ വരും. പക്ഷെ അത് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ് ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയം പറയാനുള്ളത്. ഓക്കെ, അപ്പം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. ഓക്കെ, സെക്കൻഡ് പൈല് ഓക്കെ, സെക്കൻഡ് പൈല് ചൂസ് ചെയ്ത ആൾക്കാര് എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓക്കെ, കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പിരിച്വൽ ജേണിയിൽ കടന്നു പോകുന്ന കുറെ അധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സമയത്തെ പറ്റി നമുക്ക് നോക്കാമേ. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഒരു പർപ്പസോ എന്തോ ഒരു പാഷനോ എന്തോ ഒരു ലൈറ്റനിങ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സോൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജേണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ കണ്ടുമുട്ടണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ ആരുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്, ഒരു ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ, അതേപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ആ വ്യക്തി നിങ്ങളുടെ കയ്യിൽ ഒരു കഴിവ് തരാറുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു എന്തോ ഒരു ഗിഫ്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലോട്ട് അവർ തരും. ഈ ഒരു സമയം സംബന്ധിച്ച് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു സംഭവ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കുറെ അധികം കമ്പയർ, കാരണം നിങ്ങൾ ഒരു ടിൻ ഫ്ലെയിം ചെയ്യണ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു കണക്ഷനിലോട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. അതായത് കമ്പയർ, മാസ്ക് വെച്ച് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് തരണം നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു. സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരിക്കലും അത് അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിലോട്ട് അവേക്കനിങ് ആയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ നൂലാമാലകളാണ്. നൂലാമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത കർമ്മകളും കാര്യങ്ങളും ഒക്കെ റിലീസ് ആവും. നമ്മളൊരു പൂച്ചക്കുട്ടീനെ ജസ്റ്റ് നമ്മൾ കല്ലെറിഞ്ഞ് ഓട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും നമുക്ക് ആ പണി നമുക്ക് തിരിച്ച് ഭയങ്കരമായിട്ടും കിട്ടും. അത്രത്തോളം കർമ്മ റിലേറ്റഡ് ആണ്. അത് കർമ്മ എല്ലാം തീർത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സ്പിരിച്വൽ ജേണിയിൽ നമുക്ക് കേറാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റും. അത്രത്തോളം ഡിമാൻഡിങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ബഡിയാണ് ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ സ്പിരിച്വൽ ജേണിക്കിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ അധികം എക്സ്പീരിയൻസ് ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പൈൽ നിങ്ങൾക്ക് കുറെ അധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങൾ ആരായിരുന്നു, ആ സ്വഭാവം മാറിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ എന്താ കയറിയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. കാരണം ടോട്ടലി ചേഞ്ച് ടോട്ടലി ട്രാൻസ്ഫോർമേഷൻ. ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു പാവത്തിനെ കണക്ക് ഇപ്പൊ നിങ്ങളെ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ്
അത്ര വലിയ ഡിസിഷനാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും പാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പാസ്റ്റാണ്. ആ പാസ്റ്റിൽ നിന്നും ഈ ഒരു സമയത്തോട്ട് നിങ്ങളെ കൊണ്ടുവന്ന ഒരു ഡിവൈൻ എന്ന് പറയുന്നത് അത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പവറാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പവറാണ് അത്. നിങ്ങൾ എപ്പോഴും ഡിവൈനെ വിളിച്ച്, എപ്പോഴും ദൈവത്തെ വിളിച്ച് വിഷമിക്കാണ്ടിരിക്കുക. ലൈഫ് ആകുമ്പോഴത്തേക്കും കുറെ അധികം പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും. പക്ഷെ ആഫ്റ്റർ ഓൾ ലാസ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് സക്സസ് തന്നെയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആരടുത്തും പറയാണ്ടിരിക്കുക. നിങ്ങളുടെ ജേണിയിലുള്ള കാര്യങ്ങൾ ആരടുത്തേലും പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കത്തില്ല. വിശ്വസനീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് ട്രസ്റ്റ്ഫുൾ ആവത്തുള്ളൂ. അല്ലാത്ത ആൾക്കാരടുത്ത് പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇത് മനസ്സിലാവത്തുമില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുമില്ല. അറിഞ്ഞൂടാത്ത ആൾക്കാരടുത്ത് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര ഇൻറ്റ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ വരും. ഈ സമയത്ത് നിങ്ങൾക്ക് കുറെ അധികം സന്തോഷം വരും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുമ്പോഴത്തേക്കും പഴയ നിങ്ങൾ എന്ന് പറഞ്ഞൊരു നിങ്ങൾ മാറിപ്പോയിട്ട് പുതിയൊരു നിങ്ങൾ വരുവാണ് നിങ്ങളുടെ ലൈഫിൽ. അതായത് ഒരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം, പുതിയ പുതിയ എക്സ്പീരിയൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ റിലേഷൻഷിപ്പ്, പുതുതായിട്ടുള്ള ഫ്രണ്ട്സ്, പുതുതായിട്ടുള്ള നിങ്ങൾ അർഹതപ്പെട്ട പോയിന്റ്, നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളൊരു ടൈം ആയിട്ടാണ് ഇത് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ നെഗറ്റീവ് അടിച്ച് വിഷമിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കരുത്. അങ്ങനെ വേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും. ഓക്കെ, അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. എന്ത് ഇഷ്യൂസ് വന്നാലും അവിടെ പോസിറ്റീവായിട്ട്, പ്രാക്ടിക്കലായിട്ട്, കോൺഫിഡൻസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. നിങ്ങളുടെ ജേണിയിലോട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് പേടിയാണ് ആ ജേണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പറയുമ്പോഴത്തേക്കും ലേറ്റ് അപ്പ് ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വെളിച്ചം അടിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയും തരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി ഇരുന്നാൽ മാത്രം മതി. വണ്ടി തനിയെ അങ്ങ് പൊക്കോളും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, വണ്ടി ഓടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണക്റ്റഡ് ആവും. ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും ഇൻറ്റ്യൂട്ടീവ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും. ഞാൻ പറയുന്ന കാര്യം ഇന്നറിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ ആയിട്ടുള്ള ചിന്തകൾ, ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി, സൈക്കിക് അറ്റാക്കുകൾ, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഉപദ്രവങ്ങൾ, കുറെ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും, കുറെ അധികം ആൾക്കാർ. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും യുവർ അവേക്കനിങ്, നിങ്ങൾ അവേക്കനിങ് ആയ സ്റ്റേറ്റ് ആണ്. ഈ സമയത്ത് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി, ഈ സമയത്ത് നിങ്ങളുടെ തേർഡ് ഐ, ഈ സമയത്ത് നിങ്ങൾ പവർഫുൾ ആയി നിങ്ങൾ കാം ആവാൻ ശ്രമിക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക, യോഗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഈ സമയം അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ടിൻ ഫ്ലെയിം ജേണി. ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ സോൾ മേൽ കണക്ഷൻ, എന്ത് കണക്ഷനും ആവാം. നമ്മുടെ ലൈഫിൽ നമുക്ക് പറ്റിയ ഗണങ്ങൾ കുറെ ഉണ്ട്. അപ്പം അവരിൽ ആരെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുമുട്ടിയാൽ മതി. ഓരോ മനുഷ്യന്മാരെ കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാർ രക്ഷപ്പെടും എന്നാണ്. അതായത് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ വന്ന് നമ്മൾ അവിടെ ചേഞ്ച് ആവും. ഡിവൈൻ പവറുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ ഷാഡ പോലെ നിൽക്കുന്ന ഏതൊരു വ്യക്തി നിങ്ങൾക്ക് ലൈഫിൽ വഴി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കൊരു മാജിക്കൽ പവർ നിങ്ങളുടെ ലൈഫിലോട്ട് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കുറെ അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. കിട്ടുന്ന സ്വപ്നങ്ങളെയും കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവിനെ കണക്ട് ചെയ്ത് അറ്റ് ലാസ്റ്റ് അതിന്റെ സംഭവം കറക്റ്റ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാക്സിമം ആൾക്കാർ ശ്രമിക്കുക. ഈ ഒരു സമയം നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടി ശ്രമിക്കുക. എത്ര വലിയ ഇഷ്യൂസിൽ പോയി കഴിഞ്ഞാൽ, എത്ര സിറ്റുവേഷൻ പോയി കഴിഞ്ഞാൽ സോളിനെ വിട്ട് കളിക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങളുടെ ആ ഒരു നില വിട്ട് നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു ഇത് വിട്ടിട്ട് നിങ്ങൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം, സെൽഫ് റെസ്പെക്ട് വേണം എന്നുള്ള എനിക്കിവിടെ പറയാനുള്ളത്. മറ്റുള്ള അടുത്ത് നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് മാക്സിമം ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് പെടാൻ പോകുന്നത്. കാരണം നിങ്ങളെ വട്ടനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് അവർ കളിയാക്കിക്കൊണ്ടിരിക്കും. കാരണം അവരിത് എക്സ്പീരിയൻസ് ചെയ്യാത്ത പക്ഷം അവർക്കിത് വെറും ഇത് മാത്രമായിരിക്കാം. ഓക്കെ, അപ്പം പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എന്ന് പറയുമ്പോഴത്തേക്കും എടോ ആദ്യം നീന്താൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നീന്താൻ പഠിച്ചതിന് ശേഷം മാത്രമേ കുളത്തിലെടുത്ത് ചാടാവുള്ളൂ. ആ കുളത്തിലെടുത്ത് ചാടുന്നതിന് മുന്നേ ആദ്യമേ കടലിൽ പോയി ചാടരുത്. കടലിൽ പോയി ചാടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലിൽ നീന്തിയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. രണ്ടും രണ്ടാണ്. ഓക്കെ, വലിയ ആഴമുള്ളതാണ്. അപ്പം ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക, പിന്നെ വലിയ വലിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ തിന്നാൻ വേണ്ടി നോക്കരുത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയായിരിക്കും നിങ്ങൾ ഭയങ്കരമായി ട്രാപ്പുള്ള അവസ്ഥ, ഫിയർ ആയിട്ടുള്ള അവസ്ഥ, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വിക്ടറി ആയിട്ട് സക്സസ് വരുന്നുണ്ട്. ഓക്കെ,
അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുറേ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റി. ഹീലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ, മെഡിറ്റേഷൻസ് ഉണ്ട്, എല്ലാം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് കർമ്മയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ടൈമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അപ്പം ഓക്കെ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ.